ഹലോ, ഗുഡ് മോർണിംഗ്, ലവ് യു, നമസ്കാരം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണോ, സന്തോഷമായിട്ടിരിക്കണോ? നമ്മൾ ഇന്ന് നല്ല മഴ ഉണ്ട് അല്ലേ? നല്ല മഴയായിരുന്നു. രാവിലെ അമ്പലത്തിലേക്ക് പോകുമ്പേ മഴയായിരുന്നു. ഇപ്പൊ കുറച്ചൊരു ചോർച്ചുണ്ട്. എന്നാൽ അന്തരീക്ഷം വളരെ മൂകത നിറഞ്ഞിരിക്കുകയാണ്. മഴ പെയ്യണോ പെയ്യണ്ടേ എന്നുള്ളൊരു കാലാവസ്ഥയാണ്. അപ്പോൾ നമ്മൾ 2 ദിവസമായിട്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു. നമ്മളെ സിയോവാക്ക് തീരെ വയ്യ, ഛർദിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഗുളിക ഞായറാഴ്ച ആയതിനെ കൊണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ല. അപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഗുളിക വാങ്ങിച്ചു കൊടുത്ത്, അവർ ആ ഗുളികയൊക്കെ വാങ്ങുന്ന സ്ഥലം തന്നെയാണ്. അപ്പം അങ്ങനെ പിറ്റേന്ന് ഓനാക്കലാഞ്ഞപ്പോൾ ഇന്നലെ ഞങ്ങൾ കൊണ്ടുപോയി. എന്നാലും കുറേശ്ശെ ഭേദമായിട്ട് വരുന്നു. അങ്ങനെ ചെറിയ മക്കൾക്ക് വയ്യാത്ത മാതിരിയാണ് പിന്നെ ഈ സിയുവിന് വയ്യാതെ ആയാൽ നമ്മുടെ ഡെക്സബേബി ഇതാ കിടക്കണതാ. എൻ്റെ കുഞ്ഞിനെ കാണണ്ടോ? അതാ അവൻ AC റൂമിൽ പോയി കിടക്കുകയാണ്. ഫ്രിഡ്ജിൻ്റെ ഇച്ചിരി തണുപ്പ് കിട്ടുന്നുണ്ടായിരിക്കും. അവന് മഴ പെയ്താലോ അവന് ഭയങ്കര ചൂടാണ്. അപ്പോൾ അവനെ മറ്റാനെ പുന്നായിരിക്കുമ്പോൾ ഇവൻ അത്ര സഹിക്കൂല കേട്ടോ. അവൻ അങ്ങനെ ഒരു സ്വഭാവ ഗുണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് ദൈവത്തിൽ വിശ്വസിക്കണം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, നല്ല നല്ല ഹെൽത്തി ആയ ഫുഡൊക്കെ കഴിക്കുക. പിന്നെ എന്താ പറയുക, അരിയും പിന്നെ നവധാന്യങ്ങളൊക്കെ കൂട്ടി അണ്ടിയും ബദൊക്കെ കൂട്ടി അങ്ങനത്തെ അരി പൊടി വറുത്ത് പൊടിച്ച് വെച്ചോളൂ. വൈകുന്നേരം സ്നാക്സിന് കഴിച്ചോളൂ. വൈകുന്നേരം ജോബൊക്കെ കഴിഞ്ഞ് വന്നാൽ അത് കഴിച്ചോളൂ. അത് കഴിഞ്ഞിട്ട് ഒരു 8:30-9 മണിയാകുമ്പോൾ രാത്രിത്തെ ഫുഡ് കഴിച്ചാൽ മതി, ഇച്ചിരി ചോറ് കഴിച്ചാൽ മതി. പിന്നെന്താ, പിന്നെ നല്ല ജീരകക്കോയൊക്കെ ഉണ്ടാക്കി കഴിച്ചോളൂ. എല്ലാവരും അതൊക്കെ കഴിക്കണം. നാറ്റുവേലിക്ക് ആയില്ലേ? നാറ്റുവേലി ആയില്ലേ? സ്വതന്ത്രത്തിൽ നാറ്റുവേലിയായോ? നാറ്റുവേലിയായോ? മിഥുനത്തിലാ ഞാറ്റുവേല. മിഥുനായി. ഇതൊക്കെ നമ്മൾ അമ്മായിൻ്റെ അടുത്ത് അമ്മ വെച്ച് നോക്കി. അപ്പം നമുക്ക് ഉലുവക്കഞ്ഞിയൊക്കെ കുടിക്കണ്ടേ? ഉലുവക്കഞ്ഞി കുടിക്കണം, മുദ്ര പുഴുങ്ങി കഴിക്കണം. മുദ്ര കഴിച്ചാൽ കുതിരനെ പോലെ ശക്തി ഉണ്ടാവുന്ന പണ്ടുള്ളവർ പറയാം. അവരൊക്കെ പണ്ട് ഒരു മുദ്രയൊക്കെ അടുപ്പിൽ വെച്ച് ചട്ടിയിൽ വെച്ച്, അന്ന് കുക്കറൊന്നുമില്ല, അങ്ങനെ കത്തിച്ച് വേവിച്ചെടുക്കും. മുദ്രക്കൊക്കെ എന്ത് വേവാലേ! ഇപ്പൊ കുക്കറിലിട്ട 2-3 വിസിലടിച്ചാൽ തന്നെ വേവൂല മുദ്ര, അമ്മാതിരി വേവാണ്. അപ്പൊ ഇന്നത്തെ ദിവസങ്ങളിൽ എനിക്ക് ഇങ്ങനെയൊക്കെ പറയാനുള്ളത്. എല്ലാവരും നല്ല ഹെൽത്തിയായി നന്നായിട്ട് ശരീരം നോക്കുക, എണ്ണ തേച്ച് കുളിക്കുക. പിന്നെ രാവിലെ നേരമില്ലാത്തൊരു വൈകുന്നേരം എണ്ണ തേച്ച് കുളിച്ചോളൂ. വൈകുന്നേരം എണ്ണ തേച്ച് കുളിച്ചാൽ ഒരു സുഖം ഉണ്ടാവില്ല. രാവിലെ എത്ര നേരം ഇച്ചിരി എണ്ണയൊക്കെ തേച്ച് എന്നിട്ട് എണ്ണ തേച്ച് കഴിഞ്ഞതിന് ശേഷം പല്ല് തേക്കാൻ നിന്നോളി. അപ്പോൾ അതുവരെ മേല് പിടിക്കില്ലല്ലോ. അതുവരെ മേല് പിടിക്കും. അപ്പോൾ പല്ല് തേച്ച് അങ്ങനെയൊക്കെ കണ്ട് പിന്നെ മുഖമൊക്കെ കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് പിന്നെ മേല് കുടിച്ചു. ഇളം ചൂടുവെള്ളത്തിൽ, പിന്നെ ചൂടുവെള്ളം ഹീറ്ററൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ചൂടുവെള്ളം തന്നെ ബാത്റൂമിൽ വരുമല്ലോ, അതിൽ കുളിച്ച് കഴിഞ്ഞാൽ നമ്മളെ മെഴുക്കൊക്കെ വേഗം അങ്ങ് പോയിക്കോളൂ കേട്ടോ. അപ്പം നമ്മളെ ശരീരം നന്നായി നോക്കണം. നമ്മൾ കെയർ ചെയ്യണം. നമ്മളെ തന്നെ കെയർ ചെയ്യാൻ പറ്റുമോ? വേറെ ഒരാൾക്ക് വന്ന് കെയർ ചെയ്യാൻ പറ്റില്ല. പ്രസവം കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് നമ്മളെ തടിയൊക്കെ നോക്കാനും കുളിപ്പിക്കാനൊക്കെ ആളുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ, എല്ലാവരും ഒറ്റയ്ക്ക് തന്നെ നമ്മൾ കുളിക്കുക. അപ്പം നമ്മൾ ആരോഗ്യം നന്നായി നോക്കണം. അപ്പോൾ ഈ ഞാറ്റുവേലയാവാൻ പോകുന്ന ഈ വേളയിൽ എനിക്ക് അത്രയേ പറയാനുള്ളൂ. പിന്നെ മുടി വെട്ടണ കാര്യം എനിക്ക് പറയാനില്ല. ഇപ്പം കുട്ടികൾ അങ്ങോട്ടൊക്കെ വെട്ടിട്ടാളാ. പണ്ടൊക്കെ ഞാറ്റുവേലയിലാണ് മുടി കട്ട് ചെയ്യുക. മുടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെറുവിലൊരു കുത്ത് വലിച്ചെണ്ണ, ആ മുടീൻ്റെ തുഞ്ചത്തൊരു കുത്ത് വലിച്ചെണ്ണ, അങ്ങനെയൊക്കെ കുളിക്കും. അപ്പം അതൊന്നുമില്ല. ഞാൻ പണ്ട് മുതലേ ഞാറ്റുവേലയ്ക്കൊന്നും വെട്ടുന്ന പരിപാടിയില്ല. കാരണം വെച്ചാൽ ഞാൻ മാസം ഇച്ചിരി വെച്ച് വെട്ടും. തോന മുടിയുണ്ട്, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെട്ടും. ഒരു ഇച്ചിരി പിഞ്ചുവാലുള്ളൂ. അപ്പം ഗുഡ് മോർണിംഗ് വീഡിയോയിൽ നമുക്ക് ഈ അധികമൊന്നും വലിച്ചിങ്ങളെ ഞാൻ വലിച്ച് നീട്ടിക്കൊണ്ടായിട്ട് ബോറടിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ലവ് ഹൃദയത്തിൽ തൊട്ട് ഞാൻ എൻ്റെ സ്നേഹം തന്നുകൊണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് കണ്ട് കണ്ണനെ കണ്ട നമ്മളെ പൂജാ റൂമിൽ വേറെ ഉണ്ണിക്കണ്ണുണ്ട്. ഇത് എനിക്ക് എപ്പോഴും പ്രാർത്ഥിക്കാനുള്ള കാണണം. ലവ് യു. സുഖനിദ്രയ്ക്ക് നമ്മൾ ഗുഡ് നൈറ്റ് വീഡിയോയിൽ. അപ്പോൾ പോട്ടെ, ഇന്ന് നമുക്ക് ചെറുപയർ കറി ചപ്പാത്തി ആയിരുന്നു കേട്ടോ. അല്ല, ചപ്പാത്തിയില്ല, പിട്ട്. അപ്പം ഞാൻ കഴിച്ച്
ബാക്കിയുള്ളത് അമ്മോ ഇന്ന് ജ്യൂസ് കഴിക്കുക. അവരകത്ത് കഴിക്കില്ല. ഞാനും അമ്മായിയും ഉണ്ണേട്ടനും കഴിച്ച് ശിവഭാവയ്ക്ക് കൊടുത്ത്. ശിവഭാവയ്ക്ക് വയ്യാത്തല്ല, അപ്പം ചൂടോടെ ഒരു കഷ്ണം പുട്ട് ഇച്ചിരി കറിയൊക്കെ കൂട്ടി കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി വെക്കുക ഛർദിക്ക് കേട്ടോ. ഛർദീൻ്റെ ഗുളികൊക്കെ രാവിലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡെക്സാബേബിക്ക് ഒന്നും കൊടുത്തില്ല. ഡെക്സാബേബിക്ക് ചായ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അവന് കുറച്ച് പെടിയിലോ ചപ്പാത്തിയൊക്കെ അവന് വേണ്ടപ്പോൾ എടുത്ത് തന്നു. അതങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുത്താൽ അതാ. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ഞങ്ങൾ ചായ കഴിച്ചിട്ട് കിടക്കാൻ പോയത്. അപ്പം നമ്മൾ ശിവഭാവ സിറ്റ് ഔട്ടിലാണ്. എനിക്ക് സമാധാനമില്ല, തണുപ്പാവും. അവനെ അകത്തേക്ക് കൊണ്ടുപോകാൻ. വാവേ 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 അകത്തേക്ക് പോവാം. അമ്പക്ക് തണുപ്പാണ് പൊന്നു. അവിടെ അകത്തേക്ക് പോവാം. നമ്മുടെ പൊന്നുണ്ടാക്കല്ലേ. ഹായ് പറയും എല്ലാവരോടും. ഹായ് പറയും, ഹായ് പറയും. നമ്മുടെ കുഞ്ഞ് ഒന്ന് മുഖം കാണിച്ചെടുത്താൽ കുഞ്ഞു മുഖം. അച്ഛോ 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 അയ്യോ, എൻ്റെ കുട്ടീൻ്റെ കുഞ്ഞിക്കണ്ണ് കണ്ടില്ല. നമ്മുടെ പൊന്നാണ്. അകത്തേക്ക് പോവേ, തണുപ്പാണ്. തിരിച്ചു വയ്ക്കണം. മഴയാണെന്ന് അപ്പുറത്തേക്ക് പോയിക്കും. ഇറങ്ങി 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 മാവി ഇറങ്ങി. ചീച്ച അടക്ക് കുപ്പായം വിളിച്ചേരാം. ഇറങ്ങിക്ക. നബടി വെച്ചാൽ ബടി വെച്ചാള് നബടി വെച്ച. നേട്ടൻ്റെ വണ്ടിമ്മ തന്നെ ഒഴിക്കണമെന്ന് വാശ. ഇനി എങ്ങോട്ടാ മുഴുവൻ ഒഴിച്ചാള്. പൊന്ന് മുഴുവൻ ഒഴിച്ചാള്. ഇല്ല എന്നാ ഓടിപ്പോയി. ഓടിപ്പോയി മഴ വേണ്ട. പോര് വാവേ. ഇന്ന് പോണോ ഉമ്മയൊന്നും കൂട്ടല്ലേ. പോട്ടെ പെട്ടി കയറി കിടക്കടാ. ഡെക്സ പെട്ടി കയറി കിടക്ക്. കിടക്കേ പോയി കിടക്കാൻ. ഓടിപ്പോയി കിടക്ക്. ആ നീ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. വേടാ. ഇവിടെ അവിടെ ഇരുന്നാ കുട്ടി. അവിടെ ഇരുന്നാ മതിയാ. അവിടെ ഇരുന്നട്ടോ. മഴയാണ് ഗൈസ്. അപ്പം വേണ്ട, അന്തരീക്ഷം വളരെ മോശകരമാണ്. എൻ്റെ പക്കത്ത് വെള്ളം നിറഞ്ഞിട്ടുണ്ട് മുറ്റത്ത്. എൻ്റെ ഡെക്സാ ബേബി അതാ പോയിരിക്കണേ. അനുസരണമുള്ള കുട്ടി. അവൻ്റെ കിടക്ക് അതിലുണ്ട്. ഇനി എന്ത് വേണം? ഇനി നമ്മൾ മഴക്കാലമാണ്. നമ്മളെ കണ്ണനിത നമ്മളമ്മ വാങ്ങിത്തന്ന അരിഷ്ടത. നമ്മളെ ഉണ്ണേട്ടനതാ കിടക്കണ. മഴക്കാലത്ത് പനി ഉണ്ടാവില്ല മനുഷ്യന്. തടിരക്ഷ